നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ വോട്ടർമാർ നിയമസഭയിലേക്ക് എത്തുകയാണ്. പോളിംഗ് ബൂത്തുകളിലേക്ക് അവർ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ച് ഇന്ന് വീടുകളിൽ കയറിയുള്ള നിശബ്ദ പ്രചരണം നടക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ നിശബ്ദ പ്രചരണ സമയത്തെയും വലുതോതിലുള്ള വർഗീയ പ്രചരണങ്ങൾക്കായിട്ട് UDF ഉപയോഗപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ വിഷയങ്ങളെയും വികസന തുടർച്ചയെയും മുന്നിൽ വെച്ചുകൊണ്ട് LDF വലിയ തോതിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച ആശയ രാഷ്ട്രീയ സംവാദങ്ങളുടെ ഗുണബലം ഇടതുപക്ഷ അനുകൂലമായി ഒരു ജനവിധിയായി മാറും എന്നത് ഉറപ്പായിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ വിഷയങ്ങളെ രാഷ്ട്രീയതരമാക്കുക, വർഗീയവൽക്കരിക്കുക, വർഗീയ ധ്രുവീകരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക, ഇത് സ്ഥിരം UDF പദ്ധതിയാണ്. ആ നിലയിൽ അവർ താഴെത്തട്ടിൽ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയോടുള്ള സഹകരണം വന്നതോടുകൂടി ആ സംഘടനയ്ക്ക് പ്രത്യേകം പരിശീലിപ്പിച്ച ഇത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. അവരെ കൂടി UDF സ്ക്വാഡുകളിൽ കൂട്ടിച്ചേർത്ത് അവസാന സമയത്തെ പൂർണ്ണമായി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. രാഷ്ട്രീയ മാന്യതകൾക്ക് നിരക്കാത്ത പ്രചരണ രീതിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം UDF സ്ഥാനാർത്ഥിയുടെ തന്നെ പല നിലപാടുകളും അവരിൽ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് UDF സ്ഥാനാർത്ഥി നമ്മുടെ ജില്ലയിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും നമ്മുടെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയുടെ സഹപ്രവർത്തകനുമായിരുന്ന അന്തരിച്ച VV പ്രകാശിൻ്റെ വീട്ടിൽ പോവുമെന്നായിരുന്നു. നമ്മൾ സാധാരണ ചിലപ്പോൾ സമയത്തിൻ്റെ വിവിധ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്ന തിരക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകാൻ സമയം കിട്ടാതെ വരാം. അപ്പോൾ ആ തിരക്ക് അവസാനിച്ച ദിവസമാണല്ലോ ഇന്ന്. എല്ലാ തിരക്കും തീർന്നു. നിശബ്ദ പ്രവർത്തനമൊക്കെ സാധാരണ നമ്മുടെ ബൂത്ത് തലത്തിലാണ് നടക്കുക. അപ്പോൾ നമ്മൾ വോട്ടർമാരെ കാണുക എന്നതിൽ ആരെങ്കിലും ഒഴിവായിട്ടുണ്ടെങ്കിൽ അവരെ പോയി കാണുന്നൊരു കാര്യം ഇപ്പോഴും UDF സ്ഥാനാർത്ഥി അവിടെ പോയിട്ടില്ല എന്നല്ല. സ്വന്തം സഹപ്രവർത്തകൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലൊന്ന് പോയി ആ കുടുംബാംഗങ്ങളുമായി ഒരു കുശലം പറഞ്ഞ് വോട്ടും ചോദിച്ച് തിരിച്ചു വരാത്ത ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എങ്ങനെയാണ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണുക എന്ന സംശയം ഉന്നയിച്ചാൽ കുറ്റം പറയാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്ന ഇതാണ്. എത്രത്തോളം കോൺഗ്രസ് പാർട്ടി ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എതിർദിശയിലുള്ളവരെ ശത്രുതാപരമായി കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഇവിടെ MLA സ്ഥാനം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി?
കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളാവില്ലേ? കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ പോവില്ലേ? എല്ലാവരെയും സമഭാവനയോടുകൂടിയും തുല്യതയോടുകൂടിയും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപകടകരമായ അപക്വതയാണത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ നിലപാടുകളെല്ലാം നന്നായിട്ട് വ്യക്തമാക്കിയതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ധാരാളം ആളുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. വല്ലാത്ത അനുഭവമാണ് അക്കാര്യത്തിലുള്ളത്. വല്ലാത്ത അനുഭവങ്ങളാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് ഗൃഹസന്ദർശനത്തിനെത്തുന്ന നമ്മുടെ പ്രവർത്തകരോട് നല്ല നിലയിലുള്ള പെരുമാറ്റം എന്നല്ല ഞാൻ പറയും, അത് വളരെ സൗഹൃദപൂർവമായ പെരുമാറ്റം, സഹായം, പിന്നെ നമ്മളെ വോട്ട് ചെയ്ത് സഹായിക്കാമെന്നുള്ള അതിനുള്ള താല്പര്യം, ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായി എന്നാണ് ഞാനിപ്പോൾ നമ്മുടെ സഖാക്കളെ കൊണ്ടൊന്നും വിളിച്ച് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തെ ഗൃഹസന്ദർശനം എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്നതിൽ യാതൊരു തർക്കവുമില്ല.